ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ശരീരം, മനസ്സ്, ബുദ്ധി എന്ന 3 ഉപകരണങ്ങൾ ഒരു ജീവനെ ആത്മാവിനോട് അടുപ്പിക്കാനുള്ള ഉപാധികളാണ്. നാം ആയിരിക്കുന്ന ആ പരമസത്യത്തിൽ നിന്നും ദേഹബോധം വന്നതോടുകൂടി നാം അസത്യമായിരിക്കുന്ന ജഗത്തുമായുള്ള സംസർഗമാണ് ഇപ്പോഴുള്ളത്. അതിൽ നിന്നാണ് നാം ഇപ്പോൾ സുഖദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സുഖദുഃഖാദികളിൽ നിന്നും നമുക്ക് എന്നേക്കുമായി ശാശ്വതമായ സുരക്ഷയും സമാധാനവും സുഖവും ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇന്ദ്രിയാദികളെ നാം പ്രാകൃതമായ നശ്വരമായ വിഷയവസ്തുക്കളിൽ നിന്നും അനശ്വരമായ ആത്മാവിലേക്ക് തിരിച്ചുവിടണം എന്ന് നമ്മളൊരു കവിതയിൽ കൂടി കേൾക്കുക. ഈശ്വരാരാധനത്തിന് യോഗ്യമാമിന്ദ്രിയാദികൾ വെറും പ്രാകൃത കാര്യത്തിൽ നശിപ്പിക്കായി വിനാവതും. നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഇന്ദ്രിയങ്ങളെ വിനിയോഗിച്ച് ആയുസ് നഷ്ടപ്പെടുത്തരുത്. എങ്ങനെ ഉപയോഗിച്ചാലും ഇത് ജീർണിച്ചു പോകും. അതുകൊണ്ട് പരമമായ സത്യത്തെ അറിയുന്നതിന് വേണ്ടി ആയിരിക്കണം നാം ഈ ശരീരത്തെ തന്നെ ഉപയോഗിക്കുന്നത്. വെറും ഈശ്വരാരാധനത്തിന് യോഗ്യമായതാണ് നമ്മുടെ ഈ ശരീര മനോബുദ്ധ്യാദികൾ എല്ലാം തന്നെ. ഈശ്വരാരാധനത്തിനു യോഗ്യമാമിന്ദ്രിയാദികൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമെല്ലാം ഈശ്വരനെ അറിയുന്നതിന് വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത്. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നാരായണന്റെ പ്രതിമയാണ്. നീരാവി ഐസായും നീരാവി വെള്ളമായും വെള്ളം ഐസായും മാറുന്നത് പോലെ നമ്മുടെ ഒരു ഇന്ദ്രിയം കൊണ്ടും അറിയപ്പെടാൻ പറ്റാത്ത പരമചൈതന്യം പരിണമിച്ചുണ്ടായതാണ് ഈ ജഗത് പദാർത്ഥങ്ങളെല്ലാം തന്നെ. സൃഷ്ടാവും നീയേ, സൃഷ്ടിയും നീയേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അവിടുന്ന് തന്നെയാണ്. ആ ബോധത്തിൽ നാം ഇന്ദ്രിയങ്ങളെ വിനിയോഗിക്കണം. അതാണ് യാതൊന്നും കാൺമതതു നാരായണ പ്രതിമ. ഇവിടെ നാം എന്തൊക്കെ കാണുന്നുവോ അതെല്ലാം നാരായണന്റെ പ്രതിമയാണ്. അല്ലാതെ നാരായണന്റെ പ്രതിമയെ മാത്രം കാണാവൂ എന്നല്ല അതിൻ്റെ അർത്ഥം. കാണുന്നതൊക്കെ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നുവോ അതെല്ലാം ഈ രൂപങ്ങളെ കാണാനാണല്ലോ കണ്ണിന് കഴിയുക. ആ രൂപങ്ങളെല്ലാം ഈശ്വരൻ്റെ ഘനീഭവിച്ച രൂപമായിട്ട് കാണും. നല്ലതും ചീത്തയും എല്ലാം, സുന്ദരമായ പാടുന്ന കുയിലും പരുപരുത്ത ശബ്ദമുള്ള കാക്കയും അതുപോലെ നല്ല വർണ്ണ പീലിയോടുകൂടിയ മയിലും കറുത്ത നിറത്തിലുള്ള കാക്കയുടെയും സൗന്ദര്യം നോക്കുമ്പോൾ നാം ചിലതിനെ ഇഷ്ടപ്പെടുന്നു, ചിലതിനെ ആട്ടിയകറ്റുന്നു. എന്നാൽ ആ രണ്ടിലും അന്തര്യാമിയായിരിക്കുന്നത് ഒരേ സത്തയാണ്. അതിനെ നാം ദർശിച്ചാൽ ഈ ബാഹ്യമായ വൈരൂപ്യത്തിലോ സൗന്ദര്യത്തിലോ നമ്മുടെ കണ്ണു പതിയുകയില്ല. അപ്രകാരമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നാം വിനിയോഗിക്കേണ്ടത്. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ. കേൾക്കുന്ന ശബ്ദമെല്ലാം ഈശ്വരൻ്റെ ശബ്ദങ്ങളായിട്ട് കാണുകൂ. യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, ചെയ്യുന്നതൊക്കെ നാരായണൻ്റെ അർച്ചന പൂജയായിട്ട് അർച്ചനയായിട്ട് കാണൂ. യാതൊന്നതൊക്കെ
ബാക്കി എന്തെല്ലാം നാം ചെയ്യുന്നുവോ, പറയുന്നുവോ, കേൾക്കുന്നുവോ, രുചിക്കുന്നുവോ, വസനിക്കുന്നുവോ, സ്പർശിക്കുന്നുവോ, അതെല്ലാം ഈശ്വരമയമായിട്ട് നാം കാണാൻ പഠിക്കണം. അങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഈശ്വരാരാധനയ്ക്ക് വിനിയോഗിക്കുക. അപ്രകാരം ഈശ്വരാരാധനയ്ക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിനിയോഗിച്ചാൽ നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടുന്നത് ഈശ്വര ചൈതന്യമാണ്. അതിൽ അനധികൃതമായി കയറി പറ്റിയിരിക്കുന്ന രാഗദ്വേഷാദികളും കാമക്രോധാദികളും എല്ലാം മെല്ലെ മെല്ലെ അപ്രത്യക്ഷമായി അവിടെ സ്നേഹം മാത്രം അധിവസിക്കുന്നതായിട്ട് നമുക്കനുഭവമാകും. സ്നേഹം നമുക്കെല്ലാവർക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ്. വെറുപ്പാണെങ്കിൽ എല്ലാവർക്കും ദുഃഖത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. നമ്മെ ഒരാൾ വെറുക്കുന്നുവെങ്കിൽ നമുക്ക് ദുഃഖമല്ലേ ഉണ്ടാവുന്നത്. എന്നാൽ അതേ ദുഃഖം തന്നെ ആ വെറുപ്പ് ആരിൽ നിന്ന് വരുന്നുവോ അവർക്കും അതേ ദുഃഖം തന്നെയാണ് അനുഭവം. എന്നാൽ സ്നേഹമാണെങ്കിൽ നാം ആരെയാണോ സ്നേഹിക്കുന്നത് അവർക്കും സുഖമാണ് അനുഭവമാവുക, നമുക്കും സുഖം തന്നെയാണ് അനുഭവമാകുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ സ്നേഹസ്വരൂപമാണ് എന്ന് പറയുന്നത്. ആനന്ദമാണ് അതിൻ്റെ സ്വഭാവം. അത് നാം കണ്ടറിഞ്ഞ് നമ്മുടെ മനസ്സ് സ്നേഹം കൊണ്ട് നിറച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമായിട്ട് നമുക്കനുഭവമാകും. ഈശ്വരാരാധനത്തിനു യോഗമാമിന്ദ്രിയാദികൾ വെറും പ്രാകൃത കാര്യത്തിൽ നശിപ്പിക്കാവിനാവതും.